റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് വരുന്നുണ്ട് എന്നതാണ് ഉച്ചയോടെ വന്ന വിവരം. അവർ എപ്പോഴേക്ക് കൊച്ചിയിലെത്തും? ഇനിയുള്ള അന്വേഷണം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? സുജയ, അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CI സംഘവും കൊച്ചിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. സിദ്ദിഖിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. പക്ഷേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തത് 2016 കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സംഘത്തിൻ്റെ ചുമതല. അതിനുവേണ്ടിയാണ് അവർ ഇവിടുന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. എന്തായാലും കൊച്ചിയിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ചെന്നില്ല എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരുന്നു. സിദ്ദിഖ് അവിടെ ഇല്ല എന്നുള്ളത് കൃത്യമായി തന്നെ ബോധ്യമാണ് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ടാവാം അത്തരത്തിലൊരു നീക്കം അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാത്തത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പൂങ്കുഴലി ഉൾപ്പെടെയുള്ള വനിതാ IPS ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാവരുടെയും ഒരു നിയന്ത്രണത്തിൽ കൃത്യമായി ഒരു ഏകോപനം ഈ അന്വേഷണത്തിൽ നടക്കുന്നുണ്ട്. സിദ്ദിഖിനെ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. പക്ഷേ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള വിവരം എങ്ങനെയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു മനസ്സിലാക്കാൻ വേണ്ടി നമുക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ രീതിയിലുള്ള പഴുതടച്ച ഒരു അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ SITയുടെയും കൊച്ചി സിറ്റി പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ഉള്ളത്. എന്തായാലും 2 ടീമുകൾ കൊച്ചി നഗരത്തിൽ തന്നെ സിദ്ദിഖിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാദേശിക മേഖലകളിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിദ്ദിഖിനെ നിരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിദ്ദിഖ് ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൃത്യമായി തന്നെ ഇത്തരത്തിലൊരു അന്വേഷണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സിദ്ദിഖിന് അങ്ങനെ പെട്ടെന്നൊരു ഒളിവിലേക്ക് പോയിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുവാനോ, അതായത് ഈ ജാമ്യഹർജി തള്ളിയതിനു ശേഷം അങ്ങനെ ഒരു ഒളിവിലേക്ക് പോകുക എന്നുള്ളത് അത്ര സാധ്യമല്ല. അതിന് മുന്നോടിയായി ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പരിശോധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, 2016 ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ 2016 ഈ സംഭവം നടന്നതെങ്കിലും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു.